ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മപ്പാസാണ് കേട്ടോ. വെണ്ടയ്ക്ക തക്കാളി മപ്പാസ് എന്നും വേണമെങ്കിൽ പറയാം. നമുക്ക് ഊണിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു പാവം ചാറുകറിയാണ് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇടുക, സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കുക, 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പം അതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ. ഒരുപാടൊന്നും വഴണ്ട് വരണ്ട കേട്ടോ. വഴണ്ട് ഓക്കെ, നാക്ക് കുളുക്കുന്നു. ഓക്കെ, ഈ പരുവൊക്കെ ഏകദേശം ആയാൽ മതി. കാര്യം മനസ്സിലായല്ലോ എന്തായാലും. എന്നിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വേറെ ഗരം മസാല അങ്ങനത്തെ ആഡംബരങ്ങളൊന്നും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ മസാലയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മസാലയുടെ പച്ചമണം മാറുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് ഒരു 2-5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് നല്ല ഇളക്കുമ്പം അതിൻ്റെ പൊട്ടി പോകാതെ, അതായത് തക്കാളിയുടെ ആ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കണം, അതൊന്നും കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ വേവും വേണം. അപ്പം ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് കഴിയുമ്പം തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1-ാം പാലും അല്ല 2-ാം പാലും അല്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള പരുവത്തിലാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. പാകമല്ലെങ്കിൽ ഇപ്പം അത് ഇട്ട് കറക്റ്റാക്കുക. അതിന് ശേഷം തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പം തീ ഓഫ് ചെയ്യുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വാങ്ങുക. ഊണിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല മൈൽഡ് ഫ്ലേവറുള്ള നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്